ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഓഫ്ലൈനായിട്ട് ക്ലാസ്സുകൾ എടുത്താൽ തീരത്തില്ല എന്നുള്ളതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കുറച്ച് ഓൺലൈൻ ക്ലാസ്സുകൾ ഇടാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ബേസിസ് എന്താണെന്നുള്ളതിനെ പറ്റി പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് എ സബ്സെറ്റ് എസ് ഓഫ് എ വെക്ടർ സ്പേസ് വി is said to be a basis of V if രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എസ് എന്ന് പറയുന്ന സെറ്റ് ഫസ്റ്റ് കണ്ടീഷൻ ഈസ് സ്പാനസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഫുൾ വെക്ടർ സ്പേസ് വി ആയിരിക്കണം. ദെൻ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വെക്ടർ സ്പേസ് വിയുടെ സബ്സെറ്റിനെയാണ് നമ്മൾ എസിൻ്റെ ബേസിസ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ വെക്ടർ സ്പേസ് വിയുടെ ബേസിസ് എന്ന് വിളിക്കുക. That is a basis of a vector space B is a vector space V ആണ് a basis of a vector space. ഓക്കെ നമ്മൾ ബേസിസിനെ സാധാരണ ബി എന്നുള്ള ഒരു റെപ്രസെൻറ്റേഷനും യൂസ് ചെയ്യാറുണ്ട്. സെറ്റ് ബേസിസ് എന്ന് പറയുന്ന ആ ഒരു സെറ്റിനെ ബി എന്ന് പറയുന്ന ഒരു റെപ്രസെൻറ്റേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ബേസിസ് ഓഫ് വെക്ടർ സ്പേസ് അവിടെ വി ആട്ടോ നമ്മൾ പറഞ്ഞിരിക്കുന്നതിൽ എഴുതിയിരിക്കുന്നതിൽ വെക്ടർ സ്പേസ് വി എന്നാണ് എഴുതിയിരിക്കുന്നത്. എ ബേസിസ് ഓഫ് എ വെക്ടർ സ്പേസ് വി is a linearly independent subset of V that spans V. അപ്പോൾ അത് മാറ്റി എഴുതണം V. ഓക്കെ, സോ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. ദെൻ അതിന് ശേഷം നമ്മൾ വെക്ടർ ബേസിസിന് ഒരു ക്രൈറ്റീരിയൻ നമ്മൾ പഠിച്ചു. ഏതായിരുന്നു? ദാറ്റ് ഈസ് ക്യാരക്ടറൈസേഷൻ തിയറം. ദാറ്റ് ഈസ് എ നോൺ-എംപ്റ്റി സബ്സെറ്റ് S of a vector space V is a basis of V if and only if every element of V can be expressed in a unique way as a linear combination of elements of S. If and only if condition ബേസിൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ ക്രൈറ്റീരിയൻ തിയറം. അപ്പോൾ അങ്ങനെ തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെ പഠിച്ചു വെക്കണം. അപ്പോൾ ക്യാരക്ടറൈസേഷൻ തിയറം തന്നെ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെ അത് പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സോ ലാസ്റ്റ് ക്ലാസ് അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, സോ next we consider another theorem. The theorem is, let V be a vector space that is spanned by G is equal to V1 V2 etc. Vn, and let I is equal to set W1 W2 etc. Wm is a linearly independent set subset of V, then necessarily M less than or equal to N. ഇവിടെ ഫസ്റ്റ് സെറ്റ് ജി എന്ന് പറയുന്നത് വിയുടെ ഒരു സ്പാനിങ് സെറ്റാണ്. ദാറ്റ് ഈസ് സ്പാൻ ജി എന്ന് കഴിഞ്ഞാൽ സ്പാൻ ജി എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എൻ്റെ ഒരു വെക്ടർ സ്പേസ് വി കിട്ടും. അതേപോലെ തന്നെ സെക്കൻഡ് സെറ്റ് എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് വിയുടെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. വെക്ടർ സ്പേസ് ഐ എന്ന് പറയുന്ന ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്, സബ്സെറ്റാണ്. ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ജി എന്ന് പറയുന്ന വെക്ടർ സ്പേസ് വിയുടെ ഒരു സ്പാനിങ് സെറ്റാണ്. ഐ എന്ന് പറയുന്ന വെക്ടർ സ്പേസ് വിയിലുള്ള ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരിക്കും. സോ സ്പാനിങ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എൻ ആണ്. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എമ്മും ആണ്. വെക്ടർ സ്പേസ് വിയുടെ സ്പാനിങ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്നും, വെക്ടർ സ്പേസ് വിയുടെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എമ്മുമാണ്. അങ്ങനെയാണെങ്കിൽ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ചുകൂടെ എന്ന് പറയുകയാണെങ്കിൽ, അതായത് ഒരു വെക്ടർ സ്പേസിലെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഓൾവേസ് ആ വെക്ടർ സ്പേസിലെ സ്പാനിങ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സിനേക്കാളും കുറവോ ഈക്വലോ ആയിരിക്കും. ദാറ്റ് ഈസ് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. അതായത് ഒരു വെക്ടർ സ്പേസിലെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ആ വെക്ടർ സ്പേസിൻ്റെ സ്പാനിങ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സിനേക്കാളും കുറവോ ഈക്വലോ ആയിരിക്കും. എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? റിസൾട്ട് ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂഫിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വെക്ടർ സ്പേസിലെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ആ വെക്ടർ സ്പേസിലെ സ്പാനിങ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സിനേക്കാളും കുറവോ ഈക്വലോ ആയിരിക്കും. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സോ പ്രൂഫ്. സോ ഫസ്റ്റ് വി കൺസിഡർ W1. ഐയിലെ ഫസ്റ്റ് എലമെൻ്റ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് W1. ഇപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റായ ഐയിലെ ഫസ്റ്റ് എലമെൻറ്റ് വെക്ടർ ഞാൻ ചൂസ് ചെയ്തു W1 എന്ന് പറയുന്നത്. സോ ക്ലിയർലി W1 എന്ന് പറയുന്നത് ഐയിലെ എലമെൻ്റ് ആണ്.
ഓക്കെ, സോ ക്ലിയർലി W1 എന്ന് പറയുന്നത് എവിടെയുണ്ട്? വിയിൽ, വെക്ടർ സ്പേസ് വിയിൽ ഒരു വെക്ടർ തന്നെയാണ്. ക്ലിയർ ആണല്ലോ. ഇനി വെക്ടർ സ്പേസിൻ്റെ സ്പാനിങ് സെറ്റാണ് G എന്ന് പറയുന്നത്. വെക്ടർ സ്പേസ് വിയുടെ സ്പാനിങ് സെറ്റാണ് G എന്ന് പറയുന്നത്. സ്പാൻ G ഈസ് ഈക്വൽ ടു V ആണ്. അതായത് വെക്ടർ സ്പേസിൽ ഏതൊരു വെക്ടർ എടുത്തു കഴിഞ്ഞാലും എനിക്കതിനെ Gയിലെ എലമെൻസിൻ്റെ അല്ലെങ്കിൽ ഈ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. അതാണല്ലോ സ്പാനിങ് സെറ്റ് എന്ന് പറയും. അപ്പോൾ വെക്ടർ സ്പേസിൽ ഒരു എലമെൻ്റാണ് W1. സോ W1നെ എനിക്ക് V1 V2 എക്സെട്ര Vnൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം, സ്പാനിങ് സെറ്റ് ആയതുകൊണ്ട് തന്നെ. സോ there exist scalars lambda1, lambda2, etc. lambda n such that W1 equal to lambda1 V1 plus lambda2 V2 plus etc. lambda n Vn. Clear ആണല്ലോ. Okay, here at least one of the lambda is non-zero. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് W1 equal to lambda1 V1 plus lambda2 V2 plus etc. lambda n Vn. ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു സ്കെയിലാറെങ്കിലും നോൺ സീറോ ആയി. ഇവിടെ സപ്പോസ് ഇതിലെ എല്ലാ ലാംഡ ഐസും സീറോ ആയിരുന്നെങ്കിൽ ഈ റൈറ്റ് സൈഡ് ലീനിയർ കോമ്പിനേഷൻ എന്ത് വന്നേനെ? 0 × V1 പ്ലസ് 0 × V2 പ്ലസ് എക്സെട്ര 0 × Vn. റൈറ്റ് സൈഡ് എന്തായി പോകണേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? സീറോ വെക്ടർ കിട്ടും. എല്ലാ സ്കെയിലാർസും സീറോ ആണെങ്കിൽ, ഓൾ സ്കെയിലാർസും സീറോ ആണെങ്കിൽ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് സീറോ വെക്ടർ കിട്ടും. ദാറ്റ് ഈസ് W1 എന്തിനോട് ഈക്വൽ ആയിരിക്കും? സീറോ വെക്ടറിനോട് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഈ I എന്ന് പറയുന്ന സെറ്റിലെ ഫസ്റ്റ് വെക്ടർ എന്തായിട്ട് മാറി? W1 എന്ന് പറയുന്നത് സീറോ വെക്ടറായിട്ട് മാറി. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ സെറ്റ് I എന്ന് പറയുന്ന സെറ്റിലെ ഫസ്റ്റ് വെക്ടർ എന്ന് പറയുന്നത് സീറോ വെക്ടർ ആയിട്ട് മാറി. നമുക്കറിയാം ഒരു സെറ്റിൽ സീറോ വെക്ടർ ഉണ്ടെങ്കിൽ, ആ വെക്ടർ സ്പേസിലെ സീറോ വെക്ടർ ഉണ്ടെങ്കിൽ ആ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. പക്ഷേ I എന്ന് പറയുന്ന സെറ്റ് എങ്ങനെയുള്ള സെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. അതുകൊണ്ട് തന്നെ ആ സെറ്റിൽ ഒരിക്കലും എന്തുണ്ടായിരിക്കത്തില്ല? സീറോ വെക്ടർ ഉണ്ടായിരിക്കത്തില്ല. അതായത് W1 ഒരിക്കലും എന്താകത്തില്ല? സീറോ വെക്ടർ ആകത്തില്ല. അപ്പോൾ എന്തായിരുന്നു പ്രശ്നം? എല്ലാ സ്കെയിലാർസും സീറോ ആണ് എങ്കിലാണ് W1 സീറോ വെക്ടർ ആകുന്നത്. എല്ലാ സ്കെയിലാർസും, എല്ലാ ലാംഡ ഐസും സീറോ ചൂസ് ചെയ്യുമ്പോഴാണ് W1 സീറോ വെക്ടർ ആകുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാം? അറ്റ്ലീസ്റ്റ് ഒരു സ്കെയിലാറെങ്കിലും എന്തായിരിക്കും? നോൺ സീറോ ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു സ്കെയിലാറെങ്കിലും ഇതിലെ ഒരു ലാംഡ ഐ എങ്കിലും നോൺ സീറോ ആയിരിക്കും. സപ്പോസ് lambda1 ആണ് നോൺ സീറോ എന്ന് വിചാരിക്കുക. സപ്പോസ് lambda1 നോട്ട് ഈക്വൽ ടു സീറോ. ഒരു സ്കെയിലാറെങ്കിലും നോൺ സീറോ ആയിരിക്കും. ഞാൻ അതിനെ lambda1 ആണെന്ന് അസ്യൂം ചെയ്യാം. ക്ലിയർ ആണല്ലോ? റീസൺ ക്ലിയർ ആയല്ലോ. സപ്പോസ് ദാറ്റ് lambda1 നോട്ട് ഈക്വൽ ടു സീറോ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഇവിടെ ഈ lambda1 എന്ന് പറയുന്നത് നോൺ സീറോ ആണെന്ന് കിട്ടി. ഈ ഒരു റെപ്രസെൻറ്റേഷനിൽ lambda1 എന്ന് പറയുന്ന സ്കെയിലാർ നോൺ സീറോ ആണ്. അതുകൊണ്ട് തന്നെ ഈ എക്സ്പ്രഷനെ കംപ്ലീറ്റ് രണ്ട് സൈഡിലും എനിക്ക് lambda1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? lambda1 കൊണ്ട് ഡിവൈഡ് ചെയ്യും. lambda1 നോൺ സീറോ ആണ്. lambda1 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം കിട്ടുമ്പോൾ നമുക്കിങ്ങനെ എഴുതാം. lambda1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് V1 കിട്ടും. സോ V1 ഈസ് ഈക്വൽ ടു എന്ത് വരും? lambda1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ V1 ഈസ് ഈക്വൽ ടു lambda inverse W1 minus lambda inverse lambda2 into V2 minus lambda inverse lambda3 into V3 etc. minus last time എന്ത് വരും? lambda inverse lambda n into Vn എന്ന് വരും. ക്ലിയർ ആയല്ലോ? lambda1 കൊണ്ട് രണ്ട് സൈഡിൽ lambda1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക രണ്ട് സൈഡിൽ. സോ അതിൽ നമുക്ക് V1 കണ്ടുപിടിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് V1. അതായത് V1നെ ഞാൻ എങ്ങനെ എഴുതി? V1നെ അപ്പോൾ എനിക്ക് എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ ആണ്. അപ്പോൾ V1നെ ഇവിടെ ഞാൻ എങ്ങനെ എഴുതിയിരിക്കുന്നത്? W1ൻ്റെയും V2വിൻ്റെയും V3യുടെയും എക്സെട്ര. അതായത് V1നെ എനിക്ക് W1ൻ്റെയും V2വിൻ്റെയും V3യുടെയും എക്സെട്ര Vnൻ്റെയും ഒരു ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റി. അതാണല്ലോ ലാസ്റ്റ് എക്സ്പ്രഷൻ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, മനസ്സിലായില്ലേ? ഇവിടെ V1നെ ഞാൻ എങ്ങനെ എഴുതിയിരിക്കുന്നത്? W1ൻ്റെയും V2വിൻ്റെയും V3യുടെയും എക്സെട്ര Vnൻ്റെയും ഒരു ലീനിയർ കോമ്പിനേഷനായിട്ട് V1നെ എക്സ്പ്രസ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ദാറ്റ്സ് V1 ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് W1, V2, V3, എക്സെട്ര Vn. സോ വി കൺസിഡർ V ഈസ് ഈക്വൽ ടു, V എന്തായിരുന്നു? V ഈസ് സ്പാൻ G. ദാറ്റ് ഈസ് G ഈസ് V1, V2, എക്സെട്ര Vn. സോ V ഈസ് ഈക്വൽ ടു സ്പാൻ V1, V2, എക്സെട്ര Vn ആണ്. Vn V is equal to span V1, V2, etc. Vn. ഓക്കെ, അത് എപ്പോഴും സ്പാൻ W1, V2, V3, എക്സെട്ര Vnൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അത് ഡയറക്റ്റായിട്ട് ക്ലിയർ ആണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്കത് വ്യക്തമാക്കാം. അതായത് ഒരു സബ്സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് സെറ്റിൽ ഒരു എലമെൻറ്റ് ചൂസ് ചെയ്യുക, അത് സെക്കൻഡ് സെറ്റിൽ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഫസ്റ്റ് സെറ്റായ സ്പാൻ V1, V2, Vnൽ ഒരു എലമെൻറ്റ് ചൂസ് ചെയ്യണം. സോ വി ചൂസ് ആൻ എലമെൻറ്റ് X
ബിലോങ്സ് ടു സ്പാൻ, ഫസ്റ്റ് സെറ്റ് ഏതാണ്? സ്പാൻ V1 V2 എക്സെട്ര Vn. ഫസ്റ്റ് സെറ്റിൽ എലമെന്റ് ചൂസ് ചെയ്തു. ഈ എക്സ് എവിടെ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. സെക്കൻഡ് സെറ്റായ സ്പാൻ W1 V2 V3 എക്സെട്ര Vn ഉണ്ടെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, ഇത്രയും എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ. സോ അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഈ ഒരു സ്പാനിക് സെറ്റിലുണ്ടെന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഫോം എന്തായിരിക്കും? V1 V2 Vn ലീനിയർ കോമ്പിനേഷൻ ഫോം ആയിരിക്കും. സോ അതിനെ നമുക്ക് എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? μ1 ഇൻറ്റു V1 പ്ലസ് μ2 ഇൻറ്റു V2 പ്ലസ് എക്സെട്ര μn ഇൻറ്റു Vn എന്ന് എഴുതാം. ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും എക്സ് എന്ന് പറയുന്നത്, അല്ല ഈ വെക്ടേഴ്സിൽ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു μ1 ഇൻറ്റു, ഇവിടെ V1നെ നമ്മൾ ഓൾറെഡി നമുക്ക് എഴുതിയിട്ടുണ്ട്. V1 ഈസ് ലാംഡ ഇൻവേഴ്സ് W1 മൈനസ് ലാംഡ ഇൻവേഴ്സ് ലാംഡ 2 ഇൻറ്റു V2 മൈനസ് ലാംഡ ഇൻവേഴ്സ് ലാംഡ 3 ഇൻറ്റു V3 എക്സെട്ര മൈനസ് ലാംഡ ഇൻവേഴ്സ് ലാംഡ n ഇൻറ്റു Vn എന്ന് ഓൾറെഡി നമ്മൾ V1 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു μ1 ഇൻറ്റു ലാംഡ ഇൻവേഴ്സ് W1 മൈനസ് ലാംഡ ഇൻവേഴ്സ് ലാംഡ 2 ഇൻറ്റു V2 മൈനസ് ലാംഡ ഇൻവേഴ്സ് ലാംഡ 3 ഇൻറ്റു V3 മൈനസ് എക്സെട്ര ലാസ്റ്റ് ടൈം എന്ത് വരും? ലാംഡ 1 ഇൻവേഴ്സ് എന്നല്ല, ലാംഡ 1 ഇൻവേഴ്സ് ഇൻറ്റു ലാംഡ n ഇൻറ്റു Vn എന്ന് വരും. അതാണ് V1 സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുത്തു V1. പിന്നെ മിച്ചം എന്തുണ്ട്? പ്ലസ് μ2 ഇൻറ്റു ബാക്കിയുള്ളത് μ2 ഇൻറ്റു V2 പ്ലസ് എക്സെട്ര μn ഇൻറ്റു Vn എന്ന് വരും. ക്ലിയർ ആണല്ലോ? പിന്നെ നമുക്ക് ഇനി V1ൻ്റെ ടേംസും V2ൻ്റെ ടേംസും W1 ടേംസൊക്കെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. സോ ഫസ്റ്റ് W1ൻ്റെ ടേംസ് ഏത് വരും? μ1 ഇൻറ്റു ലാംഡ 1 ഇൻവേഴ്സ് W1ൻ്റെ ടേംസ് തീർന്നല്ലോ. ദെൻ പിന്നെ ഇനി നെക്സ്റ്റ് V2, പിന്നെയുള്ള ടേം ഏതാണ്? അടുത്തത് V1ൻ്റെ ടേം വരുന്നുണ്ട് എവിടെയെങ്കിലും? ഇല്ല, V1ൻ്റെ ടേം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ദെൻ V2ൻ്റെ ടേംസ് വരുന്നുണ്ട് അല്ലേ? V2ൻ്റെ ടേംസ് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഫസ്റ്റ് ടൈം എന്ത് വരും? μ1 ഇൻറ്റു ഒരു മൈനസ് വരുന്നുണ്ടല്ലോ. സോ അപ്പോൾ നമുക്കിവിടെ ഒരു V2ൻ്റെ ടൈം ഓൾറെഡി കിടപ്പുണ്ട്. സോ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. പ്ലസ് μ2, ഇവിടെ ഒരു μ2 വരുന്നുണ്ട്. പിന്നെ ബാക്കി പിന്നെ വെച്ച് ഇവിടെ വരുന്നത് μ1 ഇൻറ്റു മൈനസ് μ1 ഇൻറ്റു ലാംഡ ഇൻവേഴ്സ് ലാംഡ 2 വരുന്നുണ്ട് അല്ലേ? സോ മൈനസ് μ1 ഇൻറ്റു ലാംഡ 1 ഇൻവേഴ്സ് ലാംഡ 2 ഇൻറ്റു V2. പിന്നെ ഇനി V3യുടെ ടൈം ഏതൊക്കെ വരുന്നുണ്ട്? ഇവിടെ ഒരു μ3 V3 വരുന്നുണ്ട്. സോ പ്ലസ് μ3, പിന്നെ ഇവിടെ വരുമ്പോൾ μ1 ഇൻറ്റു V3യുടെ കറസ്പോണ്ടിങ് ടൈം മൈനസ് μ1 ഇൻറ്റു ലാംഡ 1 ഇൻവേഴ്സ് ലാംഡ 3 ഇൻറ്റു V3 എന്ന് വരും. പ്ലസ് എക്സെട്ര ലാസ്റ്റ് ടൈം എന്ത് വരും? കറസ്പോണ്ടിങ് ടു Vn വി ഗെറ്റ് μn മൈനസ് μ1 ഇൻറ്റു ലാംഡ 1 ഇൻവേഴ്സ് ലാംഡ n ഇൻറ്റു Vn എന്ന് കിട്ടും. അപ്പോൾ ഇതെന്താ നോക്കിയിരിക്കുന്നത്? ഇത് എ സ്കേലാർ ഇൻറ്റു W1 പ്ലസ് എ സ്കേലാർ ഇൻറ്റു V2 പ്ലസ് എ സ്കേലാർ ഇൻറ്റു V3 പ്ലസ് എക്സെട്ര എ സ്കേലാർ ഇൻറ്റു Vn അല്ലേ? ദാറ്റ് ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് W1 V2 V3 എക്സെട്ര Vn അല്ലേ? അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ്. സോ ക്ലിയർലി ഈ എലമെൻറ്റ് എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? സോ ക്ലിയർലി ദിസ് എലമെൻറ്റ് ബിലോങ്സ് ടു സ്പാൻ W1 V2 V3 എക്സെട്ര Vnൽ എലമെൻ്റ് ആയിരിക്കും. സോ എലമെൻറ്റിൻ്റെ ഫോം ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ക്ലിയർലി ദിസ് എലമെൻറ്റ് ബിലോങ്സ് ടു ദിസ് സെറ്റ്. അതായത് നമ്മൾ ഈ ഒരു സെറ്റിൽ ഒരു എലമെൻറ്റ് ചൂസ് ചെയ്തു, അതെവിടെ ഉണ്ടെന്ന് കിട്ടി, ആ എലമെൻറ്റ് എവിടെ ഉണ്ടെന്ന് കിട്ടി? ഈ സെക്കൻഡ് സെറ്റിൽ, ഈ ഒരു സ്പാനിങ് സെറ്റിൽ ഉണ്ടെന്ന് കിട്ടി. ദെർഫോർ നമുക്ക് എന്ത് പറയാം? ഈ സ്പാനിങ് സെറ്റ് എന്ന് പറയുന്നത് ഈ സ്പാനിങ് സെറ്റിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ നമുക്കിതാണ് കിട്ടിയത്. V is equal to span V1 V2 എക്സെട്ര Vn സബ്സെറ്റ് ഓർ ഈക്വൽ ടു സ്പാൻ W1 V2 V3 എക്സെട്ര Vn. ഓക്കെ, എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയാം. അപ്പോൾ നമുക്ക് ഇതാണ് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നതാണ് V എന്ന് സബ്സെറ്റ് ഓർ ഈക്വൽ ടു സ്പാൻ W1 V2 V3 എക്സെട്ര Vn. അപ്പോൾ ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്. വെക്ടർ സ്പേസ് V ഇതിൻ്റെ ഒരു സബ്സെറ്റ് ആണെന്ന് പറയുന്നത് അല്ല, സബ്സെറ്റ് ഓർ ഈക്വൽ ടു. നമുക്കറിയാം ഈ W1 എന്ന് പറയുന്ന എലമെൻറ്റ് വെക്ടർ സ്പേസിലെ എലമെൻ്റ് ആണ്. V2 എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് Vയിലെ എലമെൻ്റ് ആണ്. V3 എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് Vയിലെ എലമെൻ്റ് ആണ്. എക്സെട്ര Vn എന്ന് പറയുന്നു വെക്ടർ സ്പേസ് Vയിലെ എലമെൻ്റ് ആണ്. അപ്പോൾ ഇത് വെക്ടർ സ്പേസ് Vയിലെ എലമെൻറ്റ്സ് ആണ് ഈ തന്നിരിക്കുന്നത് എല്ലാം തന്നെ. നമുക്കറിയാം വെക്ടർ സ്പേസ് Vയിലെ എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് എവിടെയേ കാണത്തുള്ളൂ?
വെക്റ്റർ സ്പേസിൽ തന്നെ ആയിരിക്കും. നമ്മൾ പറഞ്ഞതാണ്, ഒരു വെക്റ്റർ സ്പേസിലെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ലീനിയർ കോമ്പിനേഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അത് എവിടെ തന്നെ കാണത്തുള്ളൂ, ആ വെക്റ്റർ സ്പേസിൽ തന്നെ കാണത്തുള്ളൂ. വെക്റ്റർ സ്പേസിന് വെളിയിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ ലീനിയർ കോമ്പിനേഷൻ, ഈ വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും ഇവിടെ തന്നെ കാണത്തുള്ളൂ, വെക്റ്റർ സ്പേസിൽ കാണത്തുള്ളൂ. ഇവിടെ രണ്ട് പോസിബിലിറ്റി ഉള്ളത് ഈ സ്പാനിങ് സെറ്റിന്. സ്പാനിങ് സെറ്റ് എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് ദിസ് വെക്റ്റേഴ്സ്, അല്ലെ ഈ വെക്റ്റേഴ്സിൻ്റെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസും നമ്മൾ ഈ സ്പാനിങ് സെറ്റിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഈ ലീനിയർ കോമ്പിനേഷൻസ് എല്ലാം എവിടെ വരത്തുള്ളൂ, വെക്റ്റർ സ്പേസിൽ തന്നെ ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ രണ്ട് പോസിബിലിറ്റി ഉണ്ട്, വി സബ്സെറ്റ് ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ രണ്ട് പോസിബിലിറ്റി ഉള്ളൂ. ഒന്നുകിൽ വി എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി സബ്സെറ്റ് ഓഫ് ദിസ് സ്പാനിങ് സെറ്റ് വരാം, ഈ സ്പാനിങ് സെറ്റിൻ്റെ സ്ട്രിക്ട്ലി സബ്സെറ്റ് ആകും, അല്ലെയുള്ള പോസിബിലിറ്റി വി ഈക്വൽ ടു ദ സ്പാനിങ് സെറ്റ് ആകും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരിക്കലും ഈ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻസ് എടുക്കുമ്പോൾ ഒരിക്കലും വെക്റ്റർ സ്പേസിൽ പുറത്തേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ലീനിയർ കോമ്പിനേഷൻസ് എപ്പോഴും എവിടെ വരത്തുള്ളൂ, വെക്റ്റർ സ്പേസിലെ എലമെൻറ്റ്സ് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും വി എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി സബ്സെറ്റ് ഓഫ് ദി സ്പാനിങ് സെറ്റ് ആകത്തില്ല. റീസൺ ക്ലിയർ ആയല്ലോ, കാരണം ലീനിയർ കോമ്പിനേഷൻസ് എടുക്കുമ്പോൾ ഒരിക്കലും വെക്റ്റർ സ്പേസിൽ പുറത്തേക്ക് പോകുന്നില്ല, എല്ലാ ലീനിയർ കോമ്പിനേഷൻസും വെക്റ്റർ സ്പേസിലെ എലമെൻറ്റ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്പാനിങ് സെറ്റ് ഒരിക്കലും വെക്റ്റർ സ്പേസിൻ്റെ ഒരു സൂപ്പർ സെറ്റ് ആകുന്നില്ല, സ്ട്രിക്ട്ലി സൂപ്പർ സെറ്റ് ആകുന്നില്ല. പിന്നെയുള്ള പോസിബിലിറ്റി അപ്പോൾ ഏതായിരിക്കും, ഈക്വൽ ടു ആയിരിക്കും. പിന്നെയുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇതാണ്. സോ അപ്പോൾ നമുക്കിവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് കിട്ടുന്നത്, നമുക്ക് കൺക്ലൂഷൻ നമുക്ക് എന്ത് പറയാം, the vector space V equal to the spanning set W1, V2, etc. Vn ആയിരിക്കും. ഇതാണ് പിന്നെയുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഇതൊരിക്കലും ഈ കണ്ടീഷൻ ഒരിക്കലും സ്ട്രിക്ട്ലി സബ്സെറ്റ് എന്നുള്ള കണ്ടീഷൻ ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്തില്ല. പിന്നെയുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് വി ഈക്വൽ ടു എന്നുള്ള കേസാണ്. സോ അതായിരിക്കും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ വി ഗെറ്റ് വി ഈസ് ഈക്വൽ ടു വെക്റ്റർ സ്പേസ് വി ഈസ് ഈക്വൽ ടു സ്പാൻ W1, V2, V3, etc. Vn. ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വെക്റ്റർ സ്പേസ് വിയെ എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്ന് കിട്ടി, വി ഈസ് ഈക്വൽ ടു സ്പാൻ W1, V2, V3, etc. Vn എന്ന് കിട്ടി. അതായത് വെക്റ്റർ സ്പേസ് വിയിൽ ഏതൊരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്കതിനെ W1-ൻ്റെയും V2-ൻ്റെയും എക്സെട്ര Vn-ൻ്റെയും എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. അതാണുള്ള സ്പാനിങ് സെറ്റിൻ്റെ മീനിങ്. സോ നെക്സ്റ്റ് അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് W1 എന്ന് പറയുന്ന എലമെൻറ്റ് ചൂസ് ചെയ്ത് W1-നെ സ്പാനിങ് സെറ്റിലെ എലമെൻറ്റ്സ് ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ പോയത്. നമ്മൾ അടുത്തായിട്ട് W1 ആദ്യം നമ്മൾ W1 ചൂസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നത് W2 ആണ്. അടുത്തായിട്ട് നമ്മൾ W2 ചൂസ് ചെയ്യുക. ഇവിടെ V2 V എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൻ്റെ സ്പാനിങ് സെറ്റ് നമുക്ക് കിട്ടി. ഇതാണ് V എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൻ്റെ മറ്റൊരു സ്പാനിങ് സെറ്റ്. ഇപ്പോൾ W2 എന്ന് പറയുന്ന വെക്റ്റർ സ്പേസ് വിയിൽ ഒരു എലമെൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ W2-നെ എനിക്ക് ഈ വെക്റ്റേഴ്സിൻ്റെ സ്പാനിങ് സെറ്റിലെ ഈ വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? W2-നെ എനിക്ക് ഈ വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ദാറ്റ് ഈസ് മനസ്സിലാവുന്നതോടെ നമുക്ക് ഒരു കേസ് കൂടെ പറയാം. അതായത് W2-നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ദാറ്റ് ഈസ് W2 ക്യാൻ ബി റിട്ടൺ ആസ് ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് ദിസ് വെക്റ്റേഴ്സ്. അതായത് W2-നെ എങ്ങനെ എഴുതാം, W2 ഈസ് ഈക്വൽ ടു, നമുക്കൊരു ലീനിയർ കോമ്പിനേഷൻ എടുക്കാം. മനസ്സിലാകാം. നമുക്ക് സപ്പോസ് സം Γ1 ഇൻറ്റു W1 പ്ലസ് Γ2 ഇൻറ്റു V2 പ്ലസ് Γ3 ഇൻറ്റു V3 പ്ലസ് എക്സെട്ര Γn ഇൻറ്റു Vn. ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞത് മാത്രം കേട്ടോ. നോട്ടിൽ പറഞ്ഞിരിക്കുന്ന അത്രയും കാര്യങ്ങൾ മതി. റീസൺ മനസ്സിലാകാൻ വേണ്ടി ഞാൻ കൂടുതലായിട്ട് അഡീഷണൽ ഒന്നും കാണിക്കുന്നത് മാത്രം. W2 ഈക്വൽ ടു Γ1 ഇൻറ്റു W1 പ്ലസ് Γ2 ഇൻറ്റു V2. കാരണം സ്പാനിങ് സെറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ വെക്റ്റേഴ്സിനും എനിക്ക് ഈ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ ഇനി നോക്കി, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് V2-ൻ്റെ കറസ്പോണ്ടിങ് ടേംസ്, ഈ ലീനിയർ കോമ്പിനേഷനിൽ V2-ൻ്റെ കേസ് മാത്രം നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. അതായത് V2-ന് കറസ്പോണ്ടിങ് ടേംസ് നമുക്കിവിടെ വന്നിരിക്കുന്നത് VI ടേംസ് വന്നിരിക്കുന്നത് Γ2 ഇൻറ്റു V2 വരുന്നുണ്ട്, Γ3 ഇൻറ്റു V3 വരുന്നുണ്ട്. V2-ൻ്റെ അല്ല VIസിൻ്റെ Γ2 ഇൻറ്റു V2 എന്ന് പറയുന്ന ടേംസ് വരുന്നുണ്ട്. പിന്നെ Γ3 ഇൻറ്റു V3 എന്നുള്ള ടേം വരുന്നുണ്ട്. Γ4 ഇൻറ്റു V4 വരുന്നുണ്ട്, എക്സെട്ര Γn ഇൻറ്റു Vn. അപ്പം VI ടേംസിനെ മാത്രം ഒന്ന് കൺസിഡർ ചെയ്യുക. ഇത്രയും ടേംസ് വരുന്നുണ്ട് റൈറ്റ് സൈഡിൽ. ക്ലിയർ ആണല്ലോ? ഇനി V2-ൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ V2-ൻ്റെ കറസ്പോണ്ടിങ് സ്കേലാർ എന്ന് പറഞ്ഞാൽ, കോഎഫിഷ്യൻ്റ് അല്ല, V2-ൻ്റെ കറസ്പോണ്ടിങ് സ്കേലാർ എന്ന് പറഞ്ഞാൽ Γ2 ആണ്. V3-യുടെ കറസ്പോണ്ടിങ് സ്കേലാർ Γ3 ആണ്. V4-ൻ്റെ കറസ്പോണ്ടിങ് സ്കേലാർ Γ4 ആണ്, എക്സെട്ര Vn-ൻ്റെ കറസ്പോണ്ടിങ് സ്കേലാർ Γn ആണ്. ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് Γ2 കിട്ടി. V2-ന് കറസ്പോണ്ടിങ് ആയിട്ട് V3-യുടെ കറസ്പോണ്ടിങ് ആയിട്ട് സ്കേലാർ Γ3 ആണ്. V4-ന് കറസ്പോണ്ടിങ് സ്കേലാർ Γ4 ആണ്, എക്സെട്ര Vn-ൻ്റെ കറസ്പോണ്ടിങ് സ്കേലാർ Γn ആണ്. ക്ലിയർ ആണല്ലോ? ഇനി ഈ എല്ലാ സ്കേലാർസും, അതായത് Γ2-ഉം ഞാൻ പറയുന്ന സ്കേലാർസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമ്മൾ പറയുന്നില്ല, ഈ ഒരു ടൈം നമ്മൾ മാറ്റി നിർത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ പറയുന്നത്
V2 കറസ്പോണ്ടിങ് അല്ലെങ്കിൽ V2 V3 എക്സ്ട്രാ VN കറസ്പോണ്ടിങ് സ്കെലാർസിനെ പറ്റി മാത്രമാണ് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സ്കെലാർസ് നമ്മൾ എടുത്തെഴുതി. സപ്പോസ് ഈ സ്കെലാർസ് ഇല്ല, അതായത് γ2 γ3 γ4 മുതൽ γn വരെയുള്ള എല്ലാ സ്കെലാർസും 0 ആണെന്ന് വിചാരിക്കാം. എല്ലാ സ്കെലാർസും 0 ആയിക്കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് എന്തായി പോകും? 0 × V2 + 0 × V3 + എക്സ്ട്രാ 0 × VN. സോ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഈ ബ്രാക്കറ്റ് ടൈം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ വരും, റൈറ്റ് സൈഡ് ഇങ്ങനെ വരും, γ1 × W1 പ്ലസ് ആ ബ്രാക്കറ്റ് ടൈം എന്തായി പോകും? ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 0 വെക്ടർ കിട്ടും. ദാറ്റ് ഈസ് γ1 W1 + 0 വെക്ടർ. അത് എന്ത് തന്നെയാണ് വരിക? ദാറ്റ് ഈസ് γ1 W1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടി? W2 = γ1 × W1 എന്ന് കിട്ടി. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ചൂസ് ചെയ്ത് എങ്ങനെയായിരുന്നു? സെറ്റ് I ഈസ് ഈക്വൽ ടു W1 W2 എക്സെട്രാ WM എന്ന് പറയുന്ന ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണെന്ന് ഓൾറെഡി നമ്മൾ പറയുന്നുണ്ട്. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന W2 = γ1 × W1. അതായത് W2 എനിക്ക് W2 എനിക്ക് W1 ഒരു ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. അതായത് W2 എനിക്ക് ഇങ്ങനെ എഴുതാം, W2 = γ1 × W1 പ്ലസ് 0 × W3 പ്ലസ് 0 × W4 പ്ലസ് എക്സെട്രാ 0 × WM എന്ന് എഴുതാം. ഈ ടൈംസ് കറസ്പോണ്ടിങ് ടൈംസ് എന്തായി പോകും? 0 വെക്ടർ ആയി പോകും. അതുകൊണ്ട് തന്നെ അവിടെ എഫക്റ്റ് ഒന്നും വരുന്നില്ല. സോ വി ക്യാൻ റൈറ്റ് W2 = ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് W2 = γ1 × W1 പ്ലസ് 0 × W3 പ്ലസ് 0 × W4 പ്ലസ് എക്സ്ട്രാ 0 × WM എന്ന് എഴുതും. അതായത് ഇവിടെ W2 എന്ന് പറയുന്ന ഈ ഒരു വെക്ടറിനെ, ഈ സെറ്റിലെ W2 എന്ന് പറയുന്ന വെക്ടറിനെ എനിക്ക് ബാക്കിയുള്ള എല്ലാ വെക്ടേഴ്സിൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റി. അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. W2 W1-ൻ്റെയും W3-യുടെയും W4-ൻ്റെയും WM-ൻ്റെയും ഒരു ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ, ഈ ഒരു കണ്ടീഷൻ കിട്ടുവാണെങ്കിൽ. ഓക്കെ, അതായത് അവിടെ നമുക്ക് എന്ത് പറയാം? അതായത് W2 അതായത് ഈ സെറ്റിലെ ഒരു വെക്ടറിനെ, സെറ്റ് ഐയിലെ ഒരു വെക്ടറിനെ എനിക്ക് ബാക്കിയുള്ള എല്ലാ വെക്ടേഴ്സിൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റി. ക്ലിയർ ആണല്ലോ? പറ്റി ഇവിടെ. പക്ഷേ എന്തായാലും പ്രശ്നം, അങ്ങനെയാണെങ്കിൽ ഈ സെറ്റ് ഐ എന്ന് പറയുന്നത് എന്തായി പോകും? ആ കണ്ടീഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഈ സെറ്റിലെ ഒരു വെക്ടറിനെ, അറ്റ്ലീസ്റ്റ് ഒരു വെക്ടറിനെങ്കിലും എനിക്ക് ബാക്കിയുള്ള എല്ലാ വെക്ടേഴ്സിൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ആ സെറ്റ് എന്ത് സെറ്റായി പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അത് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റ് ആയിരിക്കും. ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റിൻ്റെ ക്രൈറ്റീരിയൻ ആയിരുന്നു അത്. അറ്റ്ലീസ്റ്റ് ആ ഒരു സെറ്റിലെ ഒരു എലമെൻറ്റിനെയെങ്കിലും ബാക്കിയുള്ള വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയാൽ അതൊരു ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റാണ്. അപ്പം നമുക്ക് I എന്ന് പറയുന്ന ഒരു ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റായിട്ട് മാറി ഈ കണ്ടീഷൻ കിട്ടുവാണെങ്കിൽ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ കിട്ടുന്നതിലും നമുക്ക് W2 ഇങ്ങനെ എഴുതാൻ പറ്റും. ഈ കണ്ടീഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഈ സെറ്റ് എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റായിട്ട് മാറും. പക്ഷേ I എന്ന് പറയുന്നത് എങ്ങനെയുള്ള സെറ്റായിരുന്നു? ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത് പോസിബിൾ അല്ല. അതായത് ഒരിക്കലും എന്താകത്തില്ല? W2 എന്ന് പറയുന്നത് γ1 × W1 ആകത്തില്ല. എപ്പോഴാണ് ആയിരുന്നത്? മാറിയത് എപ്പോഴാണ്? ഈ സ്കെലാർസ് എല്ലാം, അതായത് V2 സ്കെലാർസും V3 സ്കെലാർസും എക്സെട്രാ VN സ്കെലാർസും, പ്രത്യേകം ശ്രദ്ധിക്കണം, V2 മുതലുള്ള സ്കെലാർസ്, V2 സ്കെലാർ, V3 സ്കെലാർ എക്സെട്രാ VN സ്കെലാർസ് എല്ലാം, എല്ലാ സ്കെലാർസും γ2 γ3 എക്സെട്രാ γn വരെയുള്ള സ്കെലാർസ് എല്ലാം 0 ആകുമ്പോഴാണ് നമുക്ക് ഈ ഒരു കണ്ടീഷൻ കിട്ടുക. അപ്പോൾ നമുക്ക് മനസ്സിലായി അത് എക്സിസ്റ്റ് ചെയ്യത്തില്ല, സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? γ2 γ3 മുതൽ γn വരെയുള്ള സ്കെലാർസിൽ കുറഞ്ഞത് ഒരു സ്കെലാറെങ്കിലും എന്തായിരിക്കും? കുറഞ്ഞത് ഒരു സ്കെലാറെങ്കിലും നോൺ സീറോ ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കുറഞ്ഞത് ഒരു സ്കെലാറെങ്കിലും നോൺ സീറോ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സപ്പോസ് γ2 ആണ്, സപ്പോസ് γ2 നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കാം. സപ്പോസ് γ2 ആണ് നോൺ സീറോ എന്ന് വിചാരിക്കാം. ഫസ്റ്റ് സ്കെലാറിനെ തന്നെ നോൺ സീറോ ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ γ2 നോൺ സീറോ ആണെങ്കിൽ, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു എക്സ്പ്രഷനിൽ γ2 എന്ന് പറയുന്നത് നോൺ സീറോ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ത്രൂ ഔട്ട് ഈ ഇക്വേഷന് രണ്ട് സൈഡിൽ നമുക്ക് 1/γ2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ γ2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. രണ്ട് സൈഡിൽ γ2 നോൺ സീറോ ആണെങ്കിൽ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ നമുക്ക് V2 എന്ന് പറയുന്നൊരു എക്സ്പ്രഷൻ കിട്ടും. 1/γ2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് V2 ഈസ് ഈക്വൽ ടു എന്ത് വരും? വി ഗെറ്റ് V2 ഈസ് ഈക്വൽ ടു 1/, നമുക്ക് γ2 ഇൻവേഴ്സ് എഴുതാം. γ2 ഇൻവേഴ്സ് ഇൻറ്റു W2, പിന്നെ എന്ത് വരും? γ2 ഇൻവേഴ്സ് ഇൻറ്റു W2, പിന്നെ അടുത്തെന്താ വരിക? ഗാമ മൈനസ് γ2 ഇൻവേഴ്സ് ഇൻറ്റു γ1 ഇൻറ്റു W1 എന്ന് കിട്ടും. പിന്നെ അടുത്തെന്ത് വരും? ഗാമ മൈനസ് γ2 ഇൻവേഴ്സ് ഇൻറ്റു γ3 ഇൻറ്റു
V3 എന്ന് കിട്ടും, മൈനസ് ഗാമ 2 ഇൻവേഴ്സ് ഇൻറ്റു ഗാമ 4 ഇൻറ്റു V4 എന്ന് കിട്ടും, എക്സെട്ര. ലാസ്റ്റ് ടൈം എന്ത് വരും? ഗാമ 2 ഇൻവേഴ്സ് ഇൻറ്റു ഗാമ n ഇൻറ്റു Vn എന്ന് വരും അല്ലേ, മൈനസ് എക്സെട്ര മൈനസ് ഗാമ 2 ഇൻവേഴ്സ് ഇൻറ്റു ഗാമ n ഇൻറ്റു Vn എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അതായത് V2വിന് എനിക്ക് W1ൻ്റെയും W2വിൻ്റെയും V3യുടെയും എക്സ്ട്രാ Vn വരെയുള്ള വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റി. W1, W2, V3, V4 എക്സെട്ര Vn. ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം അങ്ങനെയാണെങ്കിൽ? സോ ഓൾറെഡി നമുക്ക് V എന്ന് പറയുന്ന വെക്ടർ സ്പേസിൻ്റെ ഒരു സ്പാനിങ് സെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് സ്പാൻ ഏതായിരുന്നു? സ്പാൻ W1 V ഈക്വൽ ടു സ്പാൻ W1 V2 V3 എക്സ്ട്രാ Vn എന്ന് പറയുന്ന വെക്ടർ സ്പേസ് Vയുടെ ഒരു സ്പാനിങ് സെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ V2വിനെ എനിക്ക് വീണ്ടും W1ൻ്റെയും W2വിൻ്റെയും V3യുടെയും V4ൻ്റെയും Vnൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാമെന്ന് എനിക്ക് കിട്ടി V2വിനെ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ റീസൺ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ക്ലിയർലി ദിസ് സ്പാനിങ് സെറ്റ് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓർ ഈക്വൽ ടു എന്തായിരിക്കും? സ്പാൻ W1 V2വിനെ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞാൽ W1ൻ്റെയും W2വിൻ്റെയും V3യുടെയും V4ൻ്റെയും Vnൻ്റെയും ലീനിയർ കോമ്പിനേഷൻ. അതുകൊണ്ട് നമുക്ക് എന്തൊരു സബ്സെറ്റ് ഓർ ഈക്വൽ ടു സ്പാൻ W1 W2 ദെൻ V3 V4 എക്സെട്ര Vn എന്ന് കിട്ടും. ഞാൻ കൂടുതൽ വീണ്ടും പിന്നെ സബ്സെറ്റ് ആ റീസൺ എന്ന് നമ്മൾ പറഞ്ഞില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു ആ സ്പാനിങ് സെറ്റ് മറ്റേ സ്പാനിങ് സെറ്റിൻ്റെ ഫസ്റ്റ് സ്പാനിങ് സെറ്റ് സെക്കൻഡ് സ്പാനിങ് സെറ്റിന് സബ്സെറ്റ് ആവാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞു. എനിക്ക് ക്ലിയർ ആകാതുള്ളവർ നിങ്ങൾ ഈ ഒരു സെറ്റിൽ ഒരു എലമെൻറ്റ് ചൂസ് ചെയ്യുക. നിങ്ങൾ എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതിന് ശേഷം V2വിന് അവിടെ ആ ഒരു ലീനിയർ കോമ്പിനേഷൻ V2വിന് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാകും. എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ എലമെൻ്റ് എന്ന് പറയുന്നത് ഈ സെക്കൻഡ് സെറ്റിലുണ്ടെന്ന് മനസ്സിലാവും. നമ്മൾ ആദ്യം ചെയ്തതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി സംശയമുള്ളവർ. സോ ക്ലിയർലി ഇത് സ്പാനിങ് സെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്പാനിങ് സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും നമുക്കറിയാം. കിട്ടും. സംശയമുള്ളവർ നിങ്ങളിങ്ങനെ ഫസ്റ്റ് സെറ്റിൽ എലമെൻറ്റ് ചൂസ് ചെയ്യുക, ഈ സ്പാനിങ് സെറ്റിൽ എലമെൻറ്റ് ചൂസ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഈ സെക്കൻഡ് സെറ്റിലുണ്ടെന്ന് പറയാൻ പറ്റും. ചെക്ക് ചെയ്ത് നോക്കാം, സംശയമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്കിത് കിട്ടി. അപ്പോൾ സ്പാൻ W1 V2 V3 എന്ന് പറയുന്ന എക്സെട്രാ Vn എന്ന് പറയുന്ന സബ്സെറ്റ് ഓർ ഈക്വൽ ടു സ്പാൻ W1 W2 V3 V4 എക്സെട്രാ Vn എന്നായി. അപ്പോൾ നേരത്തെ നമുക്കറിയാം സ്പാനിങ് സെറ്റ് ഒരിക്കലും സ്പാനിങ് സെറ്റിലെ എലമെൻറ്റ്സ് ഇതെല്ലാം വെക്ടർ സ്പേസ് വിയിലെ എലമെൻറ്റ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ലീനിയർ കോമ്പിനേഷൻസ് ഒരിക്കലും വെക്ടർ സ്പേസിൻ്റെ ഔട്ട്സൈഡിലേക്ക് പോകുന്നില്ല. അല്ല, വെക്ടർ സ്പേസിലെ എലമെൻറ്റ്സ് തന്നെയാണ് എല്ലാ ലീനിയർ കോമ്പിനേഷൻസും. അതുകൊണ്ട് തന്നെ സബ്സെറ്റ് ഓർ ഈക്വൽ ടു എന്നുള്ള കണ്ടീഷൻ ഏത് കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ? ഈക്വൽ ടു കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. സോ വി ഗെറ്റ് V ഈസ് ഈക്വൽ ടു വെക്ടർ സ്പേസ് V ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? സ്പാൻ W1 W2 V3 V4 എക്സെട്ര Vn എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ ഓക്കെ സോ അതാണ് നമുക്ക് ലാസ്റ്റ് അത്രയും കാര്യങ്ങളാണ്. റിപ്പീറ്റിംഗ് ദ അബോവ് ആർഗ്യുമെൻറ്റ് വി ഗെറ്റ് V ഈസ് ഈക്വൽ ടു സ്പാൻ W1 W2 V3 V4 എക്സെട്ര Vn. അപ്പോൾ അത് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഒന്ന് എടുത്ത് പറഞ്ഞത് മാത്രം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. അപ്പോൾ റീസൺ മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രോസസ്സ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തതാണ്. ആദ്യം നമ്മൾ W1ൽ തുടങ്ങി നമ്മൾ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ നമ്മൾ W2വിൽ സ്റ്റാർട്ട് ചെയ്ത് അതേ പ്രോസസ്സ് തന്നെ W2വിൻ്റെ കേസ് റിപ്പീറ്റ് ചെയ്താണ് നമുക്ക് ലാസ്റ്റ് ഈ ഒരു കൺക്ലൂഷൻ വരെ കിട്ടിയത്. V എന്ന് പറയുന്നതിന് മറ്റൊരു സ്പാനിങ് സെറ്റ് നമുക്ക് കിട്ടി, വെക്ടർ സ്പേസ് വിയുടെ മറ്റൊരു സ്പാനിങ് സെറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ കണ്ടിന്യൂ ഇൻ ദിസ് വേ. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും അടുത്തായിട്ട് എന്ത് ചെയ്യുക? അടുത്തായിട്ട് നമുക്ക് വീണ്ടും ഇപ്പോൾ വെക്ടർ സ്പേസ് വീഡിയോ മറ്റൊരു സ്പാനിങ് സെറ്റ് കിട്ടി. നമ്മൾ അടുത്തായിട്ട് എന്ത് ചൂസ് ചെയ്യുക? അപ്പോൾ നമ്മൾ ആദ്യം W1 ചൂസ് ചെയ്തു, പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു. ദെൻ W2 ചൂസ് ചെയ്തു, വീണ്ടും ഒരു സ്പാനിങ് സെറ്റ് കിട്ടി. അടുത്തായിട്ട് നമ്മൾ എന്ത് ചൂസ് ചെയ്യുക? W3. അടുത്തായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ W3 ചൂസ് ചെയ്ത് ആ W3യിൽ ഈ എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് മറ്റൊരു സ്പാനിങ് സെറ്റ് ഇതേപോലെ തന്നെ വെക്ടർ സ്പേസ് വിയുടെ മറ്റൊരു സ്പാനിങ് സെറ്റ് നമുക്ക് ഫോം ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ആ പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റിപ്പീറ്റിംഗ് ദ കണ്ടിന്യൂ ഇൻ ദിസ് വേ we say that if P is equal to minimum of n comma m n എന്ന് പറയുന്നത് V1 V2 Vn നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. m എന്ന് പറയുന്നത് W1 W2 എക്സെട്ര W m എന്ന് പറയുന്ന സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരുന്നു m എന്ന് പറയും ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സെറ്റിൽ. സോ we choose P is equal to minimum of n comma m, then we get V is equal to മിനിമം ഓഫ് m കോമ n p ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? വെക്ടർ സ്പേസ് ഈ ഒരു സ്പാനിങ് സെറ്റിൽ വരുമ്പോൾ വിയുടെ വെക്ടർ സ്പേസ് സ്പാനിങ് സെറ്റിൽ ഫോം എന്തായിരിക്കും? V is equal to സ്പാൻ W1 W2 W3 എക്സെട്ര WP കോമ അടുത്ത് എന്ത് വരും? കോമ നെക്സ്റ്റ്
അടുത്തത് മുതൽ എന്ത് വരും? വി ഐ ടൈംസ് വരും അല്ലേ? വി പി പ്ലസ് 1, വി പി പ്ലസ് 2, വി പി പ്ലസ് 3 എക്സെട്ര വി എൻ വരെ വരും. ക്ലിയർ ആണല്ലോ? അപ്പം മിനിമം ഓഫ് എൻ കോമ എൻ ആണെങ്കിൽ, പി എന്ന് പറയുന്നത് മിനിമം ഓഫ് എൻ കോമ എൻ ആണെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് കിട്ടുന്ന വെക്ടർ സ്പേസ് സ്പാനിങ് സെറ്റിൻ്റെ ഫോമാണ് എഴുതിയിരിക്കുന്നത്. സ്പാൻ W1, W2, W3 എക്സെട്ര ഡബ്ല്യു പി കോമ നെക്സ്റ്റ് വി പി പ്ലസ് 1, വി പി പ്ലസ് 2 എക്സെട്ര വി എൻ വരെ വരും. ക്ലിയർ ആണല്ലോ? സപ്പോസ് എം സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എൻ. ഇനി അപ്പോൾ നമുക്ക് കിട്ടി, സപ്പോസ് എം സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിൽ മിനിമം ഓഫ് എൻ കോമ എൻ എന്ത് വരും? എം സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിൽ മിനിമം ഓഫ് എം കോമ എൻ എന്ന് പറയുന്നത് എന്ത് കിട്ടും? എൻ കിട്ടും. എം സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിൽ. സോ പി സീക്വൽ ടു എന്ത് കിട്ടും? പി സീക്വൽ ടു എൻ എന്ന് കിട്ടി. പി സീക്വൽ ടു എൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്പാനിങ് സെറ്റ് എന്ത് വരും? വി സീക്വൽ ടു സ്പാൻ W1, W2, W3 എക്സെട്ര ഡബ്ല്യു എൻ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? പി ഈക്വൽ ടു എൻ ആകുന്ന കേസിൽ നമ്മുടെ സ്പാനിങ് സെറ്റ് വി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? W1, W2 എക്സെട്ര ഡബ്ല്യു. സ്പാനിങ് സെറ്റ് വി എന്ന് പറയുന്നത് W1, W2 എക്സെട്ര ഡബ്ല്യു എൻ എന്ന് കിട്ടും. എൻ ടേംസ് ആണ് അവിടെ ഉള്ളത്. ക്ലിയർ ആണല്ലോ? സോ അവിടെ വി ഐ ടേംസിലേക്കൊന്നും വരുന്നില്ല, കാരണം വി ഐക്കകത്ത് ഓൾറെഡി എൻ ടേംസ് വരെ വരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പാനിങ് സെറ്റ് എവിടെ വരെ വരും? W1, W2, W3 എക്സെട്ര WN വരെ വരും. സോ അവിടെ വി ഐ ടേംസ് ഒന്നും വരുന്നില്ല. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അപ്പോൾ നമുക്ക് വെക്ടർ സ്പേസ് വിയുടെ സ്പാനിങ് സെറ്റ് മറ്റൊരു സ്പാനിങ് സെറ്റ് കിട്ടി ലാസ്റ്റ് സ്റ്റേജിൽ പി ഈക്വൽ ടു എൻ ആവുന്ന കേസിൽ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അതായത് വെക്ടർ സ്പേസ് വിയുടെ നമുക്ക് സ്പാനിങ് സെറ്റ് ലാസ്റ്റ് സ്പാനിങ് സെറ്റ് നമുക്ക് ഇതാണ് കിട്ടിയത്. വി ഈസ് ഈക്വൽ ടു സ്പാൻ W1, W2 എക്സെട്ര WN. അപ്പോൾ ഇതാണ് വെക്ടർ സ്പേസ് വിയുടെ സ്പാനിങ് സെറ്റ് എന്ന് പറയുന്നത്. കിട്ടിയത് ലാസ്റ്റ് സ്പാനിങ് സെറ്റ് നമുക്ക് കിട്ടിയത് വെൻ പി ഈക്വൽ ടു എൻ ആകുന്ന കേസിൽ, അല്ലെങ്കിൽ എം. ഓക്കെ, വെൻ പി ഈക്വൽ ടു എൻ ആകുന്ന കേസിൽ, അല്ലെങ്കിൽ ഓക്കെ പി ഈക്വൽ ടു എൻ ആകുന്ന കേസിൽ നമുക്ക് വെക്ടർ സ്പേസ് വിയുടെ സ്പാനിങ് സെറ്റ് ഇതാണ് കിട്ടിയത്. അപ്പോൾ നമുക്കറിയാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ വെക്ടേഴ്സിൽ, അതായത് W1 എന്ന് പറയുന്ന വെക്ടർ സ്പേസിലെ സ്പാനിങ് സെറ്റാണ്. അതുകൊണ്ട് വെക്ടർ സ്പേസിൽ ഏതൊരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും എനിക്കിതിനെ ആ വെക്ടേഴ്സിന് എനിക്ക് ഈ എലമെൻറ്റ്സിന് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. അതായത് WN+1 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, WN+1 എന്ന് പറയുന്ന എലമെൻറ്റ്സ് ഇവിടെ നമ്മുടെ അസംഷൻ അനുസരിച്ച് എം സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? എം സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എൻ ആണ്. ഇവിടെ നമ്മൾ n എലമെൻറ്റ്സ് ചൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഓൾറെഡി നമ്മുടെ സെറ്റിൽ ഐ എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കുന്നത്? W1, W2 എക്സെട്ര WM എലമെൻറ്റ്സ് ഉണ്ട്. സോ ഇവിടെ നമ്മൾ W1, W2 മുതൽ WN വരെയുള്ള എലമെൻറ്റ്സേ നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ബാക്കി എലമെൻറ്റ്സിനകത്ത് വരുന്നുണ്ട്. ഏതാ? WN+1, WN+2 എക്സെട്ര WM വരെയുള്ള എലമെൻറ്റ്സ് ഇതിനകത്ത് വരുന്നുണ്ട്, ഈ സെറ്റിൽ വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വി കൺസിഡർ അടുത്ത എലമെൻറ്റ് എടുക്കുക, WN+1 എടുക്കുക. അപ്പം WN+1 എന്ന് പറയുന്നത് സ്പാനിങ് സെറ്റ് ആയതുകൊണ്ട് തന്നെ WN+1 എനിക്ക് ഈ എലമെൻറ്റ്സിന് ലീനിയർ കോമ്പിനേഷൻ എക്സ്പ്രസ് ചെയ്യാം. അതേപോലെ തന്നെ WN+2 എടുത്തു കഴിഞ്ഞാൽ WN+2വിനെയും എനിക്ക് ഈ എലമെൻറ്റ്സിന് ലീനിയർ കോമ്പിനേഷൻ എക്സ്പ്രസ് ചെയ്യാം. എക്സെട്ര WM ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ WMനെയും എനിക്ക് ഈ എലമെൻറ്റ്സിൻ്റെ W1, W2 മുതൽ WN വരെയുള്ള എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ? എന്തെങ്കിലും പ്രശ്നം വന്നോ എവിടെയെങ്കിലും? അതായത് ഈ സെറ്റ് എങ്ങനെയുള്ള സെറ്റായിരുന്നു? ഈ സെറ്റ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ് നമ്മൾ ആദ്യം പറഞ്ഞു. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ലീനിയർലി ഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ ക്രൈറ്റീരിയൻ അനുസരിച്ച് ആ സെറ്റിലെ ഒരു എലമെൻറ്റിനെ എങ്കിലും എനിക്ക് ബാക്കിയുള്ള എലമെൻറ്റ്സിന് ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ലീനിയർലി ഡിപെൻഡൻറ്റ് സെറ്റ് ആയിപ്പോയി. ഇവിടെ നമുക്ക് കിട്ടി WN+1 മുതൽ WM വരെയുള്ള എല്ലാ എലമെൻറ്റ്സിനെയും എനിക്ക് ആ സെറ്റിലെ ബാക്കിയുള്ള എലമെൻറ്റ്സിന് ലീനിയർ കോമ്പിനേഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് കിട്ടി. ക്ലിയറല്ലേ? കാരണം WN+1നെ എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്ന് നമുക്ക് കിട്ടി? സ്പാനിങ് സെറ്റിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട്. അതായത് WN+1നെ എനിക്ക് W1ൻ്റെയും W2വിൻ്റെയും എക്സെട്ര WNൻ്റെയും ഒരു ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. അത് ഓൾറെഡി കിട്ടി. ഇനി ബാക്കിയുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ് ഉള്ളത്? മിച്ചമുള്ളത് ഈ സെറ്റിൽ WN+2 ഉണ്ട്. അവിടെ നിങ്ങൾ സ്കേലാർസ് എങ്ങനെ ചൂസ് ചെയ്യാൻ മതി? 0 × WN+2 ചൂസ് ചെയ്യാം, 0 × WN+3 ചൂസ് ചെയ്യാം. സോ എക്സെട്ര 0 × WM. അതായത് WN+1 എന്ന് പറയുന്ന ഇതിലെ എലമെൻറ്റിന് എനിക്ക് W1ൻ്റെയും
W2-ൻ്റെയും W3-യുടെയും എക്സെട്ര WN-ൻ്റെയും ദെൻ WN+2-ൻ്റെയും WN+3-യുടെയും WM-ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യുക. അതായത് ഇതിലെ ഒരു എലമെൻറ്റിനെ എനിക്ക് ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാമെന്ന് കിട്ടി. അതേപോലെ തന്നെ WN+2 എടുക്കുമ്പോഴും WM എടുക്കുമ്പോഴും നമുക്ക് ഇതേ രീതി തന്നെ പറയാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് എന്തായി പോകും? ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റായി പോകും ക്രൈറ്റീരിയൻ അനുസരിച്ച്. പക്ഷേ ഇതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റായിരുന്നു. അപ്പോൾ എവിടെയാണ് പ്രശ്നം പറ്റിയത്? P=n കിട്ടിയപ്പോഴാണ് നമുക്ക് ഈ ഒരു കോൺട്രഡിക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് P=n എന്ന് കിട്ടുന്നത് നമ്മൾ ഏത് അസംഷനിൽ നമുക്ക് P=n കിട്ടിയത്? M സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ n ആകുന്ന കേസിലാണ് നമുക്ക് ഈ ഒരു കോൺട്രഡിക്ഷൻ കിട്ടിയത്. സോ ഹെൻസ് അവർ അസംഷൻ ഈസ് റോങ്. പിന്നെയുള്ള പോസിബിലിറ്റി അപ്പോൾ എന്തായിരിക്കും? M=n ആയിരിക്കും. M=n ആയിരിക്കും നെക്സ്റ്റ് പോസിബിലിറ്റി എന്ന് പറയും. സോ therefore M strictly greater M=n, അതായത് നമുക്ക് വേണ്ട കൺക്ലൂഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ റിസൾട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ്. അതായത് ഒരു വെക്റ്റർ സ്പേസിലെ സ്പാനിങ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സിനേക്കാളും കൂടുതലോ ഈക്വലോ ആയിരിക്കും. സ്പാനിങ് സെറ്റിലെ എലമെൻറ്റ്സ് ആണ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിലെ എലമെൻറ്റ്സിനേക്കാളും നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് കൂടുതൽ എപ്പോഴും വരിക സ്പാനിങ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കും അതിൻ്റെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സിനേക്കാളും കൂടുതലോ ഈക്വലോ ആയിട്ട് വരിക. ആ ഒരു റിസൾട്ട് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ.